ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇൻവോൾവ്സ് മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ഡെവലപ്മെൻറ്റ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. Question number 1. Diagrammatically represent the polarized and depolarized state of axon of a neuron. Second one. Describe how the resting membrane potential of a neuron is maintained. Third one. Electrical currents fade as they pass along a wire, but nerve impulses do not fade as they pass along neurons. ആദ്യത്തെ ക്വസ്റ്റ്യന് നമ്മളോട് ആക്സോണിൻ്റെ മുകളിലുള്ള പോളറൈസ്ഡ് സ്റ്റേറ്റും ഡീപോളറൈസ്ഡ് സ്റ്റേറ്റും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് എങ്ങനെയാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രിക്കൽ കറൻസ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും, പക്ഷേ നെർവ് ഇമ്പൾസിന് അങ്ങനെ സംഭവിക്കുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇത് ആക്സോണിൻ്റെ മെംബ്രെയിൻ ആണ്. ആ ആക്സോണിൻ്റെ മെംബ്രെയിൻ്റെ ഔട്ട്സൈഡ് ആണ് ഈ ഭാഗം, ഇവിടെ ഇൻസൈഡ് ആണ്. അപ്പോൾ ഔട്ട്സൈഡ് എപ്പോഴും പോസിറ്റീവായിട്ടും ഇൻസൈഡ് എപ്പോഴും നെഗറ്റീവായിട്ടുമാണ് കാണുന്നത്. ഇതാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിനെയാണ് പോളറൈസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ പോളറൈസ്ഡ് കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത്, ആ ഒരു സൈറ്റിൽ മാത്രം അവിടെയുള്ള പൊളാരിറ്റി റിവേഴ്സ് ആവും. ആ റിവേഴ്സ് ആവുന്നതിനെയാണ് നമ്മൾ ഡീപോളറൈസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് അവിടെ നിന്നുള്ള നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അത് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്നുള്ളത് ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറും. ആ സമയത്ത് ഉള്ളിൽ, അതായത് ഇൻസൈഡ് ഓഫ് ആക്സോൺ ഈസ് പോസിറ്റീവ് ആൻഡ് ഔട്ട്സൈഡ് ഈസ് നെഗറ്റീവ് എന്നുള്ള കണ്ടീഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അടുത്തത്, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ് ബൈ സോഡിയം പൊട്ടാസ്യം പമ്പ് വിച്ച് ട്രാൻസ്പോർട്ട് 3 sodium outwards, 4 potassium into the cells. എങ്ങനെയാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയുള്ള ആക്സോണിൻ്റെ മെംബ്രെയിൻ്റെ മുകളിൽ ഒരു സോഡിയം പൊട്ടാസ്യം പമ്പ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും മൂവ്മെൻറ്റ് ഔട്ട്വേർഡും ഇൻവേർഡും നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്. അത് 3 സോഡിയം അയോൺസ് പുറത്തേക്ക് പോകുന്ന സമയത്ത് 2 പൊട്ടാസ്യം അയോൺസ് മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, ഉള്ളിലോട്ട് കയറുന്നത്. അങ്ങനെ ആവുമ്പോഴാണ് ഇവിടെ സോഡിയം അയോൺസിൻ്റെ കൂടുതൽ വരുന്നതും ഇവിടെ സോഡിയം അയോൺസിൻ്റെ ചാർജ് പോസിറ്റീവായിട്ട് നിലനിൽക്കാനുള്ള റീസൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ കറണ്ട് ഫെയ്ഡ് ആവും പക്ഷെ നെർവ് ഇമ്പൾസ് ഫെയ്ഡ് ആവുന്നില്ല എന്ന് പറയാനുള്ള റീസൺ. ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആർ നോട്ട് ദ കറണ്ട്. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇലക്ട്രിസിറ്റി അല്ല, ബട്ട് ദേ ആർ ദ അയോൺസ് വിച്ച് ആർ മൂവിങ് ഫ്രം ന്യൂറോൺ ഹെഡ് ടു ടെയിൽ. ന്യൂറോണിൻ്റെ ഹെഡ് പോർഷൻ മുതൽ ടെയിൽ വരെ, ഡെൻഡ്രൈറ്റ് മുതൽ ആക്സോണൈറ്റ് വരെ നീങ്ങുന്ന ഒരു അയോൺസിൻ്റെ ചാർജാണ് ഏതിൽ വരുന്നത്, നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷനിൽ നടക്കുന്നത്. ദ സിഗ്നൽസ് ആർ ലോക്കൽ ചേഞ്ച് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു സൈറ്റിൽ നിന്നും വേറൊരു സൈറ്റിലേക്ക് മൂവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ ഒരു ആക്സോണിൻ്റെ മുകളിലേക്കൂടെ കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യല്ല ചെയ്യുന്നത്. വൺ സൈറ്റിൽ നിന്ന് നെക്സ്റ്റ് സൈറ്റിലേക്ക് ഒരു വേവ് ലൈക്ക് മോഷനാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. അതുകൊണ്ട് അതൊരിക്കലും എന്തായി പോവില്ല, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയില്ല, അത് ഫെയ്ഡായി പോവുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് പാർട്ട് 1 and 4. ലേബൽ പാർട്ട് 2 and 3 ഇൻ ദ ഫോളോയിങ് ഫിഗർ ഷോയിങ് സിനാപ്സ്. ഇവിടെ 4 പോർഷൻസ് കാണിച്ചിട്ടുണ്ട്. ഈ 4 പോർഷൻസും ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്താൽ മാത്രം പോരാ, 1 ഏതാണ് 4 ഏതാണ് അതിൻ്റെ ഫങ്ഷൻസും കൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡയഗ്രം ഒന്ന് നോക്കാം. 1 ആക്സോൺ ആണ്, 2 സിനാപ്റ്റിക് വെസിക്കിൾ ആണ്, 3 സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ്, ആൻഡ് 4th one ഈസ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇനി നമുക്ക് ആൻസർ നോക്കാം. ആക്സോൺ ആണ് ഒന്നാമത്തത്. ആക്സോൺ പാസസ് ദ നെർവ് ഇമ്പൾസസ് ടു ഇറ്റ്സ് ടെർമിനൽ വിച്ച് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നെർവ് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്സോണിൻ്റെ ഫങ്ഷന്. 4th one ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇനി എന്താണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ചെയ്യുന്നത്? ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ്ഡ് ബൈൻഡ് ടു ദെയർ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഓൺ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അടുത്ത ന്യൂറോണിൻ്റെ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഭാഗം സിനാപ്റ്റിക് വെസിക്കിൾ ആയിരുന്നു.
രണ്ടാമത്തെ ഭാഗം സിനാപ്റ്റിക് വെസിക്കിൾ ആയിരുന്നു, മൂന്നാമത്തെ ഭാഗം സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ്. ഇനി given below are the stages in the generation of an optic nerve impulse or action potential on the retina and the role of opsin and retinal in the mechanism of vision. ഇതൊരു മെക്കാനിസം ഓഫ് വിഷൻ്റെ സ്റ്റെപ്സ് ആണ്. പക്ഷേ ഇതിൽ ഓർഡർ ആയിട്ടല്ല അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളോട് ഈ 6 വായിച്ചു നോക്കിയിട്ട് ഇതിനൊരു ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം ആൻസർ. ചിലർ ഇങ്ങനെ എഴുതുന്നത് കാണാം, ഓരോന്നിൻ്റെയും പേര് വെച്ചിട്ട് ABCD എന്നുള്ളതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. ആദ്യത്തേത് B, പിന്നെ D, പിന്നെ ECAF. ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നന്നാവുക ആ ഓരോ ടേംസും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും എടുത്ത് എഴുതുന്നത് ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു ആരോ ഒക്കെ വെച്ചിട്ട് വരച്ച് വൃത്തിയായിട്ട് എഴുതുന്നതാണ് ഏറ്റവും നന്നാവുക. ഇനി അഥവാ നിങ്ങൾക്ക് സമയക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും, പക്ഷേ വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ. ഫസ്റ്റ് സ്റ്റെപ്പ്, the light induces dissociation of retinal from opsin. ഓപ്സിനിൽ നിന്നും റെറ്റിനാളുടെ ഡിസോസിയേഷൻ ആണ് ലൈറ്റ് കൊണ്ടുവരുന്നത്. The structural changes in the opsin which induce membrane permeability changes. ഓപ്സിനിൽ വരുന്ന സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ട് മെംബ്രെയിൻ പെർമിയബിലിറ്റി മാറ്റം വരും. പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ആർ ജനറേറ്റഡ് ഇൻ ഫോട്ടോ റിസെപ്റ്റർ സെൽസ്. റെറ്റിനയിൽ കാണുന്ന ഫോട്ടോ റിസെപ്റ്റർ സെൽസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും. ജനറേറ്റ്സ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ഗാംഗ്ലിയോൺ സെൽ ത്രൂ ബൈപോളാർ സെൽസ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ റെറ്റിനയിലെ ബൈപോളാർ സെൽസിന് സംഭവിക്കും. The action potentials are transmitted by the optic nerve to the visual cortex area of the brain. ആ ഉണ്ടാവുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിൻ്റെ വിഷ്വൽ കോർട്ടക്സിലേക്ക് പാസ് ചെയ്യും. The nerve impulses are analyzed by the visual cortex of the brain. പിന്നെ ബ്രെയിനിലെ വിഷ്വൽ കോർട്ടക്സിൽ വെച്ചിട്ടാണ് ആ വന്നിരിക്കുന്ന നെർവ് ഇമ്പൾസസിൻ്റെ അനാലിസിസ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ റോഡ്സ് ആൻഡ് കോൺസ് ഓഫ് ദ റെറ്റിന ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന ഫീച്ചേഴ്സിനനുസരിച്ച് റെറ്റിനയിൽ കാണുന്ന റോഡ്സിനെയും കോൺസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, കമ്പയർ ചെയ്യാൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കമ്പാരിസൺ. റോഡ്സ് ഉണ്ട്, കോൺസ് ഉണ്ട്. ഷേപ്പ്, റോഡ് ഷേപ്ഡ് ആണ് റോഡ്സ്, കോൺ ഷേപ്ഡ് ആണ് കോൺസ്. എബിലിറ്റി ടു ഡിറ്റക്ട് കളർ, റോഡ്സിന് കനോട്ട് ഡിറ്റക്ട് കളർ. റോഡ്സിന് എപ്പോഴും ഡിം ലൈറ്റ് വിഷനാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ കോൺസിനാണെങ്കിൽ ക്യാൻ ഡിറ്റക്ട് കളർ. പിഗ്മെൻറ്റ്സ്, റോഡ്സിലെ പിഗ്മെൻറ്റിൻ്റെ പേര് റോഡോപ്സിൻ ആണ്, കോൺസിലെ പിഗ്മെൻറ്റിൻ്റെ പേര് ഫോട്ടോപ്സിൻ ആണ്. വിഷൻ, ഇത് ഫോട്ടോപ്പിക് വിഷനാണ്, ഇത് കളർ വിഷനാണ്. നെക്സ്റ്റ്, പ്രിപ്പയർ എ പാത്വേ ഓഫ് എൻ ആക്ഷൻ ബൈ യൂസിങ് ദ ഫോളോയിങ് ഹിൻഡ്. താഴെ തന്നിരിക്കുന്ന ഹിൻഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ആക്ഷൻ റിഫ്ലെക്സ് ആക്ഷന് അല്ലെങ്കിൽ ആർക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിസെപ്റ്റർ, മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മളോട് റിഫ്ലെക്സ് പാത്വേ അല്ലെങ്കിൽ റിഫ്ലെക്സ് ആർക്ക്. ഫസ്റ്റ് പോർഷന് റിസെപ്റ്റർ ആയിരിക്കും, സ്കിന്നായിരിക്കും മിക്കവാറും റിസെപ്റ്റർ ആയിട്ട് വരുന്നത്. എവിടെയാണോ സ്റ്റിമുലസ് അപ്ലൈ ചെയ്യപ്പെടുന്നത് അതാണ് റിസെപ്റ്റർ. അതിൽ നിന്നും പോകുന്ന ന്യൂറോണാണ് എഫറൻറ്റ് ന്യൂറോൺ. എ ആണ് ഇവിടെ ഫസ്റ്റ് ലെറ്റർ വരിക. അതിൽ നിന്നും സ്പൈനൽ കോഡിൽ എത്തുന്ന സമയത്ത് അവിടെ നിന്നൊരു കണക്ഷൻ ന്യൂറോൺ ഉണ്ട്, അതിൻ്റെ പേര് ഇൻ്റർ ന്യൂറോൺ ആണ്. ആ ഇൻ്റർ ന്യൂറോണിൽ നിന്നും പിന്നെ ഇഫറൻറ്റ് ന്യൂറോൺ വഴിയാണ് വീണ്ടും അതേ ഓർഗനിലേക്ക് തന്നെ എത്തുന്നത്. ആ ഓർഗൻ്റെ പേരാണ് എഫക്റ്റർ ഓർഗൻ. അവിടെയാണ് എഫക്റ്റ് അതിൻ്റെ സംഭവിക്കുന്നത്. അടുത്തത്, ഈ ഒരു റിഫ്ലെക്സ് ആക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് നീ ജേർക്ക് റിഫ്ലെക്സ് ആണ്. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലെടുത്തിട്ട് എന്ത് വേണമെങ്കിലും എഴുതാം. സ്കിന്നിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് പിൻവലിക്കുന്നതൊക്കെ എഴുതാം. മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന തന്നിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ ഫങ്ഷൻസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പോതലാമസും ആക്സോണും. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ ന്യൂറോ സെക്രട്ടറി സെൽസ് വിച്ച് പ്രൊഡ്യൂസ് ഹോർമോൺസ് വിച്ച് റെഗുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലാമസിൻ്റെ തൊട്ട് താഴെ കാണുന്ന ചെറിയൊരു പോർഷനാണ്. അവിടെ ഒത്തിരി ന്യൂറോ സെക്രട്ടറി സെൽസ് ഉണ്ട്. അവിടെ നിന്നാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഹോർമോൺസ് ആണ് തൊട്ട് താഴെ ഇരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഹോർമോൺസിൻ്റെ സിന്തസിസിനെയും സെക്രീഷനെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഭാഗം ആക്സോൺ ആണ്.
ആക്സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലോങ് ഫൈബറാണ്. നെർവിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് പോർഷനാണ് ആക്സോൺ, നമുക്കറിയാവുന്നത്. അതിൻ്റെ ഫങ്ഷൻ വിച്ച് ട്രാൻസ്മിറ്റ് നെർവ് ഇമ്പൾസസ് എവേ ഫ്രം സെൽ ബോഡി ടു എ സിനാപ്സ് ഓർ ടു എ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. രണ്ട് ന്യൂറോൺസ് കൂടിച്ചേരുന്ന സ്ഥലമായ സിനാപ്സിലേക്കോ ഒരു ന്യൂറോണും ഒരു മസിലും കൂടെ കൂടിച്ചേരുന്ന ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലേക്കോ ഈ ആക്സോൺ വഴി നെർവ് ഇമ്പൾസിനെ എത്തിക്കുക എന്നുള്ളതാണ് ആക്സോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. Where do you find the following structure in human body? Cochlea neurotransmitter. Cochlea എവിടെയാണ് കാണുന്നത്? It is found in the inner ear. ഇന്നർ ഇയറിൽ ബോണി ലാബ്രിന്ത്, മെംബ്രെയിനസ് ലാബ്രിന്ത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പോർഷൻസ് ഉണ്ട്. അതിൽ മെംബ്രെയിനസ് ലാബ്രിന്തിൽ കാണുന്ന ഒരു കോയിൽഡ് ആയിട്ടുള്ള പോർഷൻ, നമ്മളെപ്പോഴും ഒച്ചിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ പറയാറുണ്ട്, സ്നെയിലിൻ്റെ സ്ട്രക്ചർ പോലെയുള്ള ഭാഗമാണ് കോക്ലിയ, വിച്ച് ഈസ് ഹെൽപ്പിംഗ് ഫോർ ഹിയറിംഗ്. അടുത്തത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കൊളൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് കൂടുതലായിട്ട് ഹ്യൂമൻ ബോഡിയിൽ കാണുന്നത്. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ? രണ്ട് സിനാപ്സ് അല്ലെങ്കിൽ രണ്ട് ന്യൂറോൺസ് കൂടിച്ചേരുന്ന സ്ഥലമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ആ സിനാപ്സ് കൂടിച്ചേരുന്ന സ്ഥലത്ത് ഉള്ള ഒരു ഗ്യാപ്പാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അവിടെ നിറയെ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡിലേക്ക് ആദ്യത്തെ ന്യൂറോണിൽ നിന്നും വരുന്ന കെമിക്കലിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ, വിച്ച് ട്രാൻസ്മിറ്റ് nerve impulses into the next neuron. These impulses are received by the receptors of the dendrite. ഈ ഇമ്പൾസസ് അടുത്ത ന്യൂറോണിൻ്റെ റിസപ്റ്റേഴ്സ് ആണ് സ്വീകരിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് ഐൻ്റെ സ്ട്രക്ചറാണ്, ലാബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ABCD എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഐഡൻറ്റിഫൈ ദ ഫോട്ടോ റിസപ്റ്റർ സെൽസ് പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ ഐ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേബൽ ദ പാർട്സ്. A എന്നുള്ളത് ലെൻസ് ആണ്, B ഈസ് ഐറിസ്, ആൻഡ് C ഈസ് കോർണിയ, ആൻഡ് D ഈസ് ഓപ്റ്റിക് നെർവ്. ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതായതുകൊണ്ട് ഇത് വളരെ ഈസിയാണ്, പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ഹയർ സെക്കൻഡറിയിലും ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്? റോഡ്സും കോൺസും ആണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫോർ ബ്രെയിനും, വീണ്ടും ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഫോർ ബ്രെയിനും മിഡ് ബ്രെയിൻ്റെയും ഹൈൻഡ് ബ്രെയിൻ്റെയും പാർട്സും അതിൻ്റെ ഫങ്ഷൻസും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫോർ ബ്രെയിനിൽ സെറിബ്രവും തലാമസും പിന്നെ ഒരു ഡാഷാണ്. ഹൈൻഡ് ബ്രെയിനിലാണെങ്കിൽ പോൺസ് ഡാഷ് മെഡുല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യാം. ഫോർ ബ്രെയിനിൽ സെറിബ്രവും തലാമസും ഹൈപ്പോ തലാമസും ആണ് വരിക. ഹൈൻഡ് ബ്രെയിനിലാണെങ്കിൽ പോൺസും സെറിബെല്ലവും മെഡുല്ലയാണ് വരുന്നത്. വിച്ച് വൺ ഓഫ് ദ എബോവ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് കൺട്രോൾസ് ഗ്യാസ്ട്രിക് സെക്രീഷൻ? ഗ്യാസ്ട്രിക് സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്ന ഈ പറഞ്ഞ 6 എണ്ണത്തിൽ ഏതാണ് ഭാഗം എന്നാണ് ചോദ്യം. സിമ്പിളാണ്, മെഡുല്ല. ഗ്യാസ്ട്രിക് സെക്രീഷനെയും റെസ്പിറേഷനെയും കൺട്രോൾ ചെയ്യുന്ന ഭാഗം മെഡുല്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഫോവിയ ഓഫ് റെറ്റിന ഓഫ് ഐ കണ്ടെയ്ൻസ്. ഫോവിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ സ്പോട്ടാണ്, ഏറ്റവും ഷാർപ്പസ്റ്റ് ആയിട്ട് വിഷൻ കാണുന്ന ഭാഗമാണ്. അവിടെ എന്തൊക്കെയാണ് കാണുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ സിമ്പിളാണ്, കാരണം കളർ വിഷൻ ആയതുകൊണ്ട് അവിടെ കോൺസെൽസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. Answer the following. Cerebral hemispheres of human brain are connected by. ബ്രെയിനിൻ്റെ 2 പോർഷൻസ് ആണ് 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. അതിനെ കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കലോസം വെച്ചിട്ടാണ്. Nerve impulse transmission includes generation and propagation of action potential. Write various stages or events in the generation of action potential. ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ജനറേഷനും പ്രൊപ്പഗേഷനും ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ 3 സ്റ്റെപ്സ് ആണുള്ളത്: മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ, പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എ റെസ്റ്റിംഗ് മെംബ്രെയിൻ ഈസ് ഇൻ എ പോളറൈസ്ഡ് സ്റ്റേജ്. The outside of the membrane is always positive and inside is negative due to sodium potassium pump. ഒരു ആക്സോണിൻ്റെ മെംബ്രെയിൻ എപ്പോഴും പോളറൈസ്ഡ് ആയിരിക്കും. പോളറൈസ്ഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ചാർജ് ഉണ്ടാവും. അയോൺസ് ആണ് അതിൻ്റെ ചാർജ് ഉണ്ടാക്കുന്നത്. സോഡിയം അയോൺസും പൊട്ടാസ്യം അയോൺസും ആണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. എപ്പോഴും ഔട്ട്സൈഡ് പോസിറ്റീവും ഇൻസൈഡ് നെഗറ്റീവും ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് ആക്ഷൻ
പൊട്ടൻഷ്യലാണ്. വെൻ എ സ്റ്റിമുലസ് ഇസ് അപ്ലൈഡ് ടു എ സൈറ്റ് ഇൻ എ പോളറൈസ്ഡ് സ്റ്റേറ്റ്, പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സോണിന്റെ മുകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റിമുലസ് എത്തിയാൽ ദ മെംബ്രെയിൻ പെർമിയബിലിറ്റി ബിക്കം ഫ്രീലി പെർമിയബിൾ ടു സോഡിയം അയോൺസ്. അവിടുത്തെ മെംബ്രെയിൻ പെർമിയബിലിറ്റിക്ക് വാരിയേഷൻ വരും. അതായത് സോഡിയം അയോൺസിന് പെർമിയബിലിറ്റി കൂടും. അതുകൊണ്ട് തന്നെ ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയോൺസ് ഒക്കെ ഉള്ളിലേക്ക് സോഡിയം അയോൺസ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ദ പൊളാരിറ്റി ഈസ് റിവേഴ്സ്ഡ്. അപ്പോൾ എന്താവും? സോഡിയം അയോൺസ് അകത്തേക്ക് കയറുന്നതിനനുസരിച്ച് പോസിറ്റീവ് അയോൺസിന്റെ എണ്ണം ഉള്ളിൽ കയറുന്നത് കൊണ്ട് അവിടുത്തെ പൊളാരിറ്റി റിവേഴ്സ് ആവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. The depolarized state of the axon moved along the length of the axon from one site to the next site. A എന്നുള്ള ഒരു സൈറ്റിലാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത സൈറ്റ് ബി എന്ന് നമ്മൾ മാർക്ക് ചെയ്താൽ എയിൽ നിന്നും ബിയിലേക്ക് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അയോൺസിന്റെ ചേഞ്ച് വരുന്നതിനെയാണ് മൂവ്മെന്റ് ഓഫ് അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പിന്റെ പേര് എഴുതണം. അതിനുശേഷം അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടെ എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2018 വന്നതാണ്. ഇൻ എ ഡാഷ് ടൈപ്പ് ഓഫ് സിനാപ്സ് ദ മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ ഇൻ വെരി ക്ലോസ് പ്രോക്സിമിറ്റി. ഇത് ഏത് ടൈപ്പ് സിനാപ്സിലാണ് പ്രീ സിനാപ്റ്റിക്കും പോസ്റ്റ് സിനാപ്റ്റിക്കും ന്യൂറോൺസും വളരെ അടുത്ത് നിൽക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ടൈപ്പ് സിനാപ്സിലാണ് പ്രീ സിനാപ്റ്റിക്കും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും തമ്മിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിന്റെ സെപ്പറേഷൻ ഉള്ളത്? 2 ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്. ആകെ 2 സിനാപ്സസ് ആണ് ഹ്യൂമൻ ബോഡിയിൽ കാണുന്നത്. അതാണ് ഒന്ന് എ, 2 ബി. അപ്പം ആൻസർ നോക്കാം. ആദ്യത്തേത് ഇലക്ട്രിക്കൽ സിനാപ്സ് ആണ്. അവിടെയാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള പ്രോക്സിമിറ്റി കാണാൻ പറ്റുന്നത്. 2 കെമിക്കൽ സിനാപ്സ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ഇൻ ദ സിനാപ്സ് ബി. സിനാപ്സ് ബിയിൽ കാണുന്ന ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിന്റെ പേരെന്താണ്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിന്റെ പേര്. നെയിം ആൻഡ് ലാബൽ പാർട്സ് ഇൻഡിക്കേറ്റഡ് ബിലോ. താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന്. എക്സ്റ്റേണൽ ലെയർ ഓഫ് ദ ഐബോൾ, ഐബോളിന്റെ ഏറ്റവും പുറമേയുള്ള ലെയറിന്റെ പേര്, ഏറ്റവും പുറമേയുള്ള പേരും. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാർട്സ് വേർ ദ കോൺസ് ആർ ഡെൻസ്ലി പാക്ഡ്. കോൺസ് ഏറ്റവും കൂടുതൽ വലുതായിട്ട് കാണുന്ന ഭാഗം. എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റേണൽ ലെയർ സ്ക്ലീറയാണ്. പിന്നെ കോൺസ് മാത്രം കാണുന്ന ഭാഗം ഫോവിയ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ ആണ്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം. ഇവിടെ എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസ് വരാം. Human neural system is divided into central neural system and here it is peripheral neural system. Central neural system is again divided into brain and here it is spinal cord. And peripheral nervous system is again divided into somatic neural system and here it is autonomic neural system. Autonomic neural system is again divided into sympathetic and here it is parasympathetic. അപ്പോൾ A, B, C, D ഈ ഒരു ഫ്ലോ ചാർട്ട് ബ്രെയിനിൻ്റെ ഇത് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു ഫ്ലോ ചാർട്ടാണ്. ദ ഇന്നർമോസ്റ്റ് ഐ ബോൾ ഈസ്, ഒരു മാർക്കിൻ്റെ 2018 വന്ന ക്വസ്റ്റ്യൻ ആണ്. കോറോയിഡ്, ഐറിസ്, റെറ്റിന, സ്ക്ലീറ. ഏറ്റവും ഉള്ളിലുള്ള ലെയറിൻ്റെ പേര് റെറ്റിന. സെൻട്രൽ നെർവസ് സിസ്റ്റം ഇതും അതേപോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഓരോ ബ്രെയിനിൻ്റെ പാർട്ടും അതിൻ്റെ സബ് പാർട്സും അതിൻ്റെ ഫങ്ഷൻസും നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിന്, സ്പൈനൽ കോഡ്. ബ്രെയിന് ഫോർ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, ഹൈൻ ബ്രെയിൻ ഉണ്ട്. മിഡ് ബ്രെയിനിൽ വരുന്ന ഭാഗത്തിൻ്റെ പേരാണ് സെറിബ്രൽ അക്യൂഡക്റ്റ്. ഫോർ ബ്രെയിനിൽ വരുന്നതാണ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. ഹൈൻ ബ്രെയിനിൽ വരുന്നതാണ് സെറിബെല്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്, പോൺസും മെഡുല്ലയും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സും കിട്ടും. ഐഡൻറ്റിഫൈ ദ ബിലോ സ്റ്റേജസ് ഓഫ് നെർവ് ഇമ്പൾസ് കണ്ടക്ഷൻ. താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കിയിട്ട് ഇത് നെർവ് ഇമ്പൾസ് കണ്ടക്ഷനിൽ ഏതൊക്കെ സ്റ്റേജസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഏത് അയോൺസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, എന്താണ് അതിൻ്റെ RMP മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
സ്റ്റേജസ്. ഒന്ന് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, കാരണം പോസിറ്റീവാണ് പുറമേ കാണുന്നത്. രണ്ടാമത്തതിൽ പകുതിയാണ് കാണിച്ചിരിക്കുന്നത്, അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഡീപോളറൈസ്ഡ് സ്റ്റേജ് എന്ന് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊക്കെ അയോൺസ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന്? സോഡിയം അയോൺസും പൊട്ടാസ്യം അയോൺസും ആണ്. പിന്നെ എങ്ങനെയാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബൈ സോഡിയം പൊട്ടാസ്യം പമ്പ് വഴിയാണ്. 3 സോഡിയം അയോൺസ് ഉള്ളിലോട്ട് പോകുമ്പോൾ 2 സോഡിയം അയോൺസ് മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൽ എപ്പോഴും പോസിറ്റീവ് അയോൺസ് പുറമേയും നെഗറ്റീവ് അയോൺസ് ഉള്ളിലും കാണാനുള്ള റീസൺ. Prepare a flow chart showing the parts of human brain by using the details given below. താഴെ തന്നിരിക്കുന്ന പാർട്സിൻ്റെ ഫ്ലോ ചാർട്ട് വെച്ചുകൊണ്ട് നമ്മളോട് ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബ്രെയിൻ എന്നുള്ളത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ബ്രെയിൻ എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് വരേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ ബ്രെയിൻ എന്ന് എഴുതേണ്ടത്. ആ ബ്രെയിനിലാണ് പിന്നെ വീണ്ടും ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻ ബ്രെയിൻ വരുന്നത്. ഫോർ ബ്രെയിനിൽ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിനിൽ കോർപ്പോറ ക്വാഡ്രിജെമിന. ഹൈൻ ബ്രെയിനിൽ പോൺസ്, സെറിബെല്ലം, മെഡുല്ല. ഈ പോർഷൻസ് എല്ലാം, ഈ ഭാഗങ്ങളെല്ലാം ഈ ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി എടുത്ത് എഴുതിയാൽ മാത്രം മതി. പക്ഷെ അങ്ങനെ എടുത്തെഴുതാൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ബ്രെയിനിൻ്റെ കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിരിക്കണം. Distinguish between the following: electrical synapse and chemical synapse, pros and cons. എന്താണ് ഇലക്ട്രിക്കൽ സിനാപ്സ്? The membranes of the pre- and postsynaptic neuron are in very close proximity. പ്രീസിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ്സിനാപ്റ്റിക് ന്യൂറോണും വളരെ അടുത്ത റിലേഷൻ അല്ലെങ്കിൽ അടുത്ത പ്രോക്സിമിറ്റിയിൽ നിൽക്കുന്നതാണ് ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ കറന്റ് ഫ്ലോസ് ഫ്രം വൺ ന്യൂറോൺ ടു ദ അതർ ത്രൂ സിനാപ്സസ്. ഇലക്ട്രിക്കൽ കറണ്ടാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ കെമിക്കൽ സിനാപ്സ്. അതുകൊണ്ട് തന്നെ അത് കെമിക്കൽ സിനാപ്സിനേക്കാളും ഫാസ്റ്റർ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് റെയർ ഇൻ അവർ സിസ്റ്റം. വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിൽ ഇലക്ട്രിക്കൽ സിനാപ്സ് കാണുന്നുള്ളൂ. രണ്ടാമത്തത് കെമിക്കൽ സിനാപ്സ് ആണ്. The membranes of the pre- and postsynaptic neuron are separated by a fluid-filled space called synaptic cleft. Synaptic cleft എന്നുള്ള ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിലാണ് ഈ പ്രീ സിനാപ്റ്റിക്കിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക്കിൻ്റെയും നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷന് പാസ് ചെയ്യുന്നത്. അവിടേക്കാണ് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്തുകൊണ്ട് ആ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ രണ്ടാമത്തെ ന്യൂറോണിൻ്റെ റിസപ്റ്റേഴ്സിനെ ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന സ്പേസ്. Which part of the brain control respiration and gastric secretion? ബ്രെയിനിലെ ഏത് പോർഷനാണ് റെസ്പിറേഷനെയും ഗ്യാസ്ട്രിക് സെക്രേഷനെയും കൺട്രോൾ ചെയ്യുന്നത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ മെഡുല്ലയാണ്. നെയിം ദ പാർട്സ് എ ആൻഡ് ബി. ഐൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നെയിം ദ പാർട്സ് എ ആൻഡ് ബി. എയും ബിയും ഏതാണ്? എ എന്നുള്ളത് പ്യൂപ്പിളാണ്, ബി എന്നുള്ളത് ഒപ്റ്റിക് നെർവാണ്. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് സി? സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സി എന്ന് പറഞ്ഞാൽ യെല്ലോ സ്പോട്ടാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കോൺസ് മാത്രം പ്രസൻ്റ് ആയിട്ടുള്ളത്. ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള കളർ വിഷൻ കാണുന്നത് ഈ യെല്ലോ സ്പോട്ടിലായിരിക്കും. Arrange the given parts of the eye in the sequence that light travels from the external environment to the eye. ഐയിലേക്ക്, ഐൻ്റെ ഉൾഭാഗത്തേക്ക് ലൈറ്റ് എത്തുന്നതിൻ്റെ സീക്വൻസ്, അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൈറ്റ് പാസസ് ത്രൂ കോർണിയ, അക്വസ് ഹ്യൂമർ, അവിടെ നിന്നും പ്യൂപ്പിളിലേക്ക് എത്തും. പ്യൂപ്പിളിൻ്റെ ഉള്ളിലൂടെ ലെൻസിലൂടെ വിട്രിയസ് ഹ്യൂമറിലെത്തും. വിട്രിയസ് ഹ്യൂമറിലെത്തുമ്പോൾ റെറ്റിനയിലേക്ക് എത്തും. റെറ്റിനയിൽ അതിൻ്റെ പോയിന്റ് ഫോവിയ എന്ന പോർഷനാണ്. ഫോവിയ വഴി അത് ഒപ്റ്റിക് നെർവിലെത്തും. ഇനി ഈ റെറ്റിനയിൽ റോഡ്സും കോൺസും വേണമെങ്കിൽ എഴുതാം. അതിലൂടെ വരുന്ന ബൈപോളർ ന്യൂറോൺസും റെറ്റിനാളും ഒപ്സിനൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് തന്നെ ധാരാളമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യന് ബ്രെയിനിൻ്റെ ഡിവിഷൻ തന്നെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. എ എന്നുള്ള പോർഷൻ ബ്രെയിനിൻ്റെ 2ാമത്തെ റീജിയൻ, ബി എന്നുള്ളത് ബ്രെയിനിൻ്റെ 3ാമത്തെ റീജിയൻ. ഇവിടെ സി എന്നുള്ളത് സെറിബ്രത്തിൻ്റെ ഫങ്ഷനാണ്. ഇവിടെ ഇയും എഫും മെഡുല്ലയുടെ ഫങ്ഷനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ മിഡ് ബ്രെയിൻ ആണ്, ബി ഹൈൻ ബ്രെയിൻ ആണ്. സിയും ഡിയും
സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ് ആണ് മെമ്മറി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇൻ്റലിജൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എഴുതാം. ഇനി ഇവിടെ മെഡുല്ലയുടെ ഫംഗ്ഷന് കൺട്രോൾ റെസ്പിറേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇയും എഫും ആണ് ചോദിച്ചിരിക്കുന്നത്. അതല്ലാത്ത വേറെ 2 ഫങ്ഷൻസ്, ഒന്ന് ഇറ്റ് കൺട്രോൾ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ആണ്, അടുത്തത് ഇറ്റ് കൺട്രോൾ കാർഡിയോ വാസ്കുലർ റിഫ്ലെക്സസ് ആണ്. ഓക്കെ.